നമുക്ക് ഒരുമിച്ച് തുടർന്നുള്ള സമയം പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം ശ്രദ്ധിപ്പാനായിട്ട് പരിശ്രമിക്കാം. ഈ ആഴ്ചകളിലായിട്ട് വിശേഷിച്ച് ഈ മാസങ്ങളിലായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമുക്ക് സഹായിച്ചു. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിശ്ചയമായിട്ടും വേഴ്സ് ബൈ വേഴ്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെന്നുള്ളത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന നിലയിൽ ആണ് നമ്മൾ അത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണെങ്കിൽ ഒന്ന് രണ്ട് വാക്കുകളിൽ ആവർത്തിച്ചങ്ങ് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 8, 9 ഈ അധ്യായങ്ങൾ സത്യത്തിൽ 7-ാം അധ്യായത്തിൻ്റെ അവസാനം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണെന്ന് നമ്മൾ ചിന്തിച്ചു. അതായത് കർത്താവിൻ്റെ അതോറിറ്റി ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് കർത്താവ് ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് ഉപദേശത്തിൽ മാത്രമല്ല കർത്താവിൻ്റെ പ്രവൃത്തിയിലും കർത്താവ് അതീവ ശക്തിയുള്ളവനാണ് എന്നുള്ള തെളിവുകളാണ് അടുത്ത 2 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ വിവിധ നിലകളിലുള്ള കുഷ്ഠരോഗികളെ സൗഖ്യമാക്കാൻ, അവരെ ശുദ്ധമാക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, അതുപോലെ ശിഷ്യന്മാരെ എൻ്റെ അടുക്കൽ എൻ്റെ പിന്നാലെ വരുവിൻ എന്ന് പറയുമ്പോൾ ആ കോൾ അതിൽ തന്നെ ശക്തിയുള്ളതായിരിക്കുന്നു. അങ്ങനെ മരണത്തിന്മേൽ, പിശാചിന്മേൽ ഒക്കെയുള്ള കർത്താവിൻ്റെ അധികാരം എന്താണെന്നാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 2 ചാപ്റ്റേഴ്സ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകത്തിൽ 2 ചാപ്റ്റേഴ്സ് ആ ഒരു നിലയിലാണ് അതിൻ്റെ ഡിവിഷൻ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അതിൻ്റെ ശേഷം 12 ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരായിട്ട് അവരെ നിയമിക്കുന്ന, ഡെലിഗേറ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ അധികാരം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന് എന്തധികാരം ഉണ്ടായിരുന്നുവോ ആ അധികാരം, യേശു കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, എല്ലായിടത്തും ഉള്ളവനാണ്, അവിടുത്തെ സാന്നിധ്യമുണ്ട്. അത് ആ സമ്പൂർണ്ണ അധികാരത്തിൽ നിന്നും തനിക്ക് തന്നെ റിപ്രസെൻ്റ് ചെയ്യുവാൻ ഒരു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, കർത്താവിൻ്റെ അധികാരത്തിൽ ആ സമ്പൂർണ്ണ അധികാരമല്ല, എന്നാൽ ഈ പറയപ്പെടുന്ന തുടർന്ന് അത് വിശദീകരിക്കുന്നുണ്ട് എന്തിനാണ് അവരെ വിളിച്ചത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ, സകല വിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അവർക്കൊരു ഡെലിഗേറ്റഡ് അതോറിറ്റി ഈ 12 അപ്പോസ്തലന്മാർക്ക് നൽകുന്നു. ഈ 12 അപ്പോസ്തലന്മാർ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒറിജിനൽ 12, അതിനകത്ത് പിന്നീട് പൗലോസും കടന്നു വരുന്നു എന്നും ആ ഒറിജിനൽ 12 അപ്പോസ്തലൻസിൻ്റെ അധികാരവും ആ സവിശേഷമാകുന്ന അധികാരം പിന്നീട് ഒരിക്കലും സഭയിൽ ഒരു നേതൃസ്ഥാനത്തിനും ഇല്ല എന്നുള്ളത് വേദപുസ്തക പ്രകാരം നമ്മൾ ഗ്രഹിക്കണം. അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ അന്ന് പറഞ്ഞു. കാരണം അവർക്ക് ലഭിച്ച അധികാരം വളരെ സവിശേഷമാണെന്നും വേദപുസ്തകത്തിൻ്റെ സമ്പൂർണതയ്ക്കായിട്ട് ആ കാര്യം കൂടെ ആ സവിശേഷ അപ്പോസ്തോലിക അധികാരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് കൃപാവരങ്ങളെക്കാളും, അതായത് ഒരുവൻ പ്രവാചകനെന്ന് ആത്മീകനെന്ന് അവന് തോന്നുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ കൽപ്പന എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ആ കൃപാവരങ്ങൾ പോലും ഞങ്ങൾ പറയുന്ന ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചിക്കണം എന്ന് സ്വയമായി പറയുവാൻ, ബോധ്യത്തോടെ പറയാനുള്ള അധികാരം. അതാ ഞാൻ പറഞ്ഞത്. ആ അധികാരം പിന്നീട് സഭയിലില്ല. ജനറലി എല്ലാവർക്കും എന്തുണ്ട്? അധികാരമുണ്ട്, കൃപാദാനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇത് ഒറിജിനലായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള, അതുകൊണ്ടാണ് യേശുക്രിസ്തു മൂലക്കല്ല് ആയിരിക്കെ നിങ്ങളെ എന്തിന്മേൽ പണിതിരിക്കുന്നു?
വായിച്ചിട്ടില്ലേ? അപ്പോസ്തലന്മാരും പിന്നെന്തുവാ? പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ, പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ പ്രവചന വരമല്ല, കൃപാവരമല്ല. പിന്നെയോ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ഏത് കാലഘട്ടത്തിലും, ആ കാലഘട്ടങ്ങളിൽ, പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ സഭയുടെ ആ കാലഘട്ടത്തിലും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ദൈവിക വചനത്തെ അധികാരത്തോടെ പറയുവാൻ ആ വചനത്തിന്മേൽ എന്ത് ചെയ്തിരിക്കുന്നു? സഭയെ പണിതിരിക്കുന്നു, അല്ലെ പണിയുന്നു. അതാണ് നമ്മൾ വായിക്കുന്നത്. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ എങ്ങനെയാ പണിയുന്നത്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സഭയുടെ മൂലക്കല്ല് പത്രോസാണെന്നല്ല അതിൻ്റെ അർത്ഥം. അതല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ഈ അപ്പോസ്തലന്മാരെ കർത്താവ് നിയോഗിച്ചു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ സഭയുടെ അടിസ്ഥാനവും നിലനിൽപ്പും ഉപദേശവും ജീവിതവും ക്രമവും ഇതെല്ലാം കർത്താവിൻ്റെ വരവ് വരെ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി പഴയ നിയമ തിരുവെഴുത്തിനോട് ചേർക്കുവാനുള്ള പുതിയ നിയമം തരാൻ വേണ്ടി ഇവരെ എന്ത് ചെയ്തു? പ്രത്യേക അധികാരം കൊടുത്ത് നിയോഗിച്ചു. ആ അധികാരത്തിന്മേലാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? അപ്പം നമ്മളെ പണിതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതിന്മേലാ പണിതിരിക്കുന്നത്? പുസ്തകത്തിന്മേലാ പണിയുന്നത് സഭ. മനസ്സിലാകുന്നുണ്ടോ? ദ ചർച്ച് came into being on the foundation of God's word. അത് വളരെ വ്യക്തം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എങ്ങനെയായിരിക്കും? പാറമേൽ. അപ്പോൾ ദൈവസഭയുടെ നിലനിൽപ്പ് അതാരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് ദൈവസഭയിൽ വളരെ സവിശേഷമായ സ്ഥാനം ഉണ്ട്. അത് എത്ര പറഞ്ഞാലും ഈ എളിയവൻ സമ്മതിക്കുകയില്ല. പക്ഷെ ആർക്കും അവരുടെ അഭിപ്രായം ഹോൾഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഐ അഡ്മയർ ദാറ്റ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെങ്കിൽ ദൈവവചനപ്രകാരമുള്ള എൻ്റെ കൺവിക്ഷൻ ഞാൻ ദൈവമക്കളോട് പറയുക. അതുകൊണ്ടാണ് ദൈവവചനം ക്രമമായി ദൈവസഭ കേൾക്കുന്നില്ല എങ്കിൽ only a listening church is a living church according to the Lord Jesus Christ. അതുകൊണ്ടാണ് സഭകളെ വിലയിരുത്തുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനായി, പിന്നെ കാല് വെള്ളോടിന് സദൃശ്യം, അന്ന് വേണ്ട നമുക്കറിയാം. എന്നിട്ട് എവിടെയാ ഉലാവുന്നത്? 7 നിലവിളക്ക്. 7 നിലവിളക്ക് എന്താണെന്ന് പുസ്തകത്തിൽ തന്നെ ഉണ്ട്. എന്താ? 7 സഭകൾ. ആ 7 സഭകളിൽ ഉലാവുമ്പോൾ ഓരോ സഭയെ നോക്കുക. എല്ലാം നോക്കി വരുമ്പോൾ ഒരു സഭയോട് പറയാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്കുള്ളൂ, പക്ഷെങ്കിൽ നിന്നെ എനിക്ക് ഭയങ്കര പ്രസാദമാണ്. ഞാനിത് പാരഫ്രൈസ് ചെയ്ത് പറയുക. ഈ വാക്കുകളല്ല ഉപയോഗിക്കുന്നത്, ഇതിനോട് തുല്യമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ, നിനക്ക് വലിയ ആൾബലമൊന്നുമില്ല. ഏത് സഭയോടെ പറഞ്ഞെന്നറിയോ? ഫിലദൽഫിയ സഭയോടാ, അല്ലേ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്തുവാ ചെയ്തേ? എൻ്റെ വചനം കാത്തു. അപ്പൊ സഭയെക്കുറിച്ച് ദൈവം നോക്കുന്നത് എന്താ നോക്കുന്നത്?
പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്ന അല്ലെങ്കിൽ വി ആർ ലെഡ് ടു ബിലീവ് ചില പ്രതിഭാസങ്ങൾ, ചില ബഹളങ്ങൾ, എന്നിട്ട് അതിനെ ആരാധനയെന്ന് വിളിക്കുന്നു. അതാണ് വലിയ കാര്യമെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ ഒഴിവാക്കിയില്ല എങ്കിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ സഭയെ വിലയിരുത്തുമ്പോൾ ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ട് പുറത്തു നോക്കിയാൽ, പക്ഷെ നീ എന്താ? മരിച്ചവനാ. ഏത് സഭയോടെ പറഞ്ഞെന്നറിയാമല്ലോ. നമ്മളിത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ ഞാനിത് അല്പം വിഷയം മാറിപ്പോയെങ്കിലും പ്രയോജനമുള്ളതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മെ പണിതിരിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബോധ്യമാണ്. ഇനി എൻ്റെ ബോധ്യം തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചു തന്നാൽ വളരെ വിനയത്തോടെ, നിങ്ങളെന്നല്ല എന്നെ കേൾക്കുന്ന ആർക്കും തെളിയിച്ചു തരാൻ നിങ്ങൾ നിശ്ചയമായിട്ടും വളരെ വിനയത്തോടെ ഞാനത് അംഗീകരിക്കും. തിരുത്താനും ഞാൻ തയ്യാറാണ്. മനസ്സിലാക്കണേ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ താല്പര്യം അതാണ്, ട്രൂത്ത്. അപ്പോൾ ഈ അപ്പോസ്തലന്മാരെ ആ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി കർത്താവ് വേർതിരിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. എനിക്കറിയാം, ഞാൻ വിഷയം ഇച്ചിരി മാറിപ്പോയി, സാരമില്ല, നമുക്ക് മടങ്ങി വരാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ച വിഷയങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് അതിൽ അറ്റൻഡ് ചെയ്യാത്തവർ, അത് കേൾക്കാത്തവർ ദയവ് ചെയ്ത് അത് കേൾക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. നമ്മൾ ഓരോ അപ്പോസ്തലന്മാരെക്കുറിച്ചും ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ ഒന്നിച്ച് മനസ്സിലാക്കി. അതിൻ്റെ ശേഷം നമ്മൾ അവസാനമായിട്ട് ഒറ്റുകാരനായി തീർന്ന, കാണിച്ചു കൊടുത്ത ഇസ്കറിയാത്ത യൂദായെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ക്ലാസ്സായിട്ട് നമ്മൾ ചിന്തിച്ചു. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റില് കർത്താവ് യൂദയെ തിരഞ്ഞെടുത്തത് തന്നെ ഒറ്റിക്കൊടുക്കാനാണോ എന്നുള്ള ഒരു ടൈറ്റിലോടുകൂടി അങ്ങനെ ആ ക്ലാസ് ഉണ്ട്. ദയവ് ചെയ്ത് ആരെങ്കിലും അത് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സംശയങ്ങളുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ആ പഠനത്തിൽ എനിക്ക് ദൂരീകരിക്കപ്പെടാനിടയായി. എല്ലാത്തിനും 100% സമ്പൂർണ്ണമായിട്ടൊരു തൃപ്തികരമായ മറുപടി ഞാൻ ആ ക്ലാസ്സിൽ തന്നൊന്നുമല്ല ഞാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. അതല്പം ചില കാര്യങ്ങൾ സഹായകമാകും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സമയമുള്ളപ്പോൾ ആ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ കേൾക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇനി തുടർന്ന് നമ്മളതിൻ്റെ 5 മുതൽ താഴോട്ടുള്ള വേദഭാഗമാണ് വളരെ പെട്ടെന്ന് ഒന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. 5 മുതൽ അതിൻ്റെ 16 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് ഒരു പ്രത്യേക മിഷന് വേണ്ടി ഒരു പ്രത്യേക നിയോഗം നൽകി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ നമ്മൾ ചിന്തിച്ചു. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ വിളിച്ചിട്ട് അവർക്ക് അധികാരം ഡെലിഗേറ്റ് ചെയ്യുകയാണ്. ആ അധികാരത്തിൻ്റെ പരിധികളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇവിടെ ഇവരോട് പറയുക, ഈ അധികാരമൊക്കെ ഇവർക്ക് കൊടുത്തേച്ച് പറയുകയാണ്. നമുക്ക് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, വായിക്കാം. യെസ് 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 മതിയാവും. അപ്പോൾ ആദ്യമായിട്ട് അവിടെ നമ്മൾ കാണുന്ന ഒരു വിഷയമൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. കർത്താവ് അവർക്കൊരു നിയോഗം നൽകി അവരെ അയക്കുകയാണ്. അവർക്ക് അവരുടെ മെസ്സേജ് എന്താണെന്ന് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പ്രസംഗിച്ച
നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 4:11 നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവും സ്നാപക യോഹന്നാനും എന്തു മെസ്സേജാണ്, അതിൻ്റെ 3:1 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ കർത്താവും അത് തന്നെ സംസാരിക്കുന്നത് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 4:17 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മളത് കാണുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ആ ഒരു നിയോഗം ഈ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുകയാണ്. എന്നാൽ ആ നിയോഗം നൽകുമ്പോൾ അവിടെ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ അവർക്ക് വയ്ക്കുകയാണ്. ഒരു ചെറിയ പരിമിതി വെക്കുന്നു. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ പോകുമ്പം ജാതികളുടെ അടുക്കൽ പോകണ്ട. ജാതികളെന്ന് ഉദ്ദേശിക്കുന്നത് നിശ്ചയമായിട്ടും ഗലീലയോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന ആ സിറിയ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയാണ്. കടന്നു വന്നു, കുഴപ്പമില്ല. അപ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത്. പിന്നെ ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. അപ്പോൾ ഇത് വളരെ നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു നിയോഗമായി നമ്മളിതിനെ കാണുകയാണ്. എന്തുകൊണ്ടാകാം കർത്താവ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നൽകിയത് എന്ന് ഒന്ന് വിശദീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത നിശ്ചയമായിട്ടും നമുക്കുണ്ട്. കാരണം നമ്മൾ വേഴ്സ് ബൈ വേഴ്സ് ഈ വിഷയം പഠിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് കർത്താവ് ഈ റെസ്ട്രിക്ഷൻ നൽകിയത്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശമര്യക്കാരെ കുറിച്ചൊക്കെ ഒരു പക്ഷേ നമുക്ക് അറിയാം എന്ന് ഞാൻ കരുതുകയാണ്. ഈ ശമര്യക്കാരെ അവരെ യഹൂദന്മാര്, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയുമായിട്ടുള്ള കർത്താവിൻ്റെ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റൈവൽറി, അതായത് യഹൂദന്മാരും ശമരിയ ദേശവാസികളും തമ്മിലുള്ളതാകുന്ന ആ വിരോധത്തെക്കുറിച്ച് അവിടെ നമ്മൾ അവളുടെ വാക്കുകളിൽ വായിക്കുന്നുണ്ട്. അവൾ പറയുന്നത് ഇതിങ്ങനെയാണ്. അതായത് വെള്ളം കർത്താവ് ചോദിക്കുമ്പം അവൾ പറയുന്ന ഒരു കാര്യം, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്നത്? കാരണം യഹൂദന്മാർ ശമര്യർ ഉപയോഗിക്കുന്ന പാത്രം പോലും അവരെന്ത് ചെയ്യില്ല, ഉപയോഗിക്കുകയില്ല. അപ്പോൾ നോക്കണം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശമര്യരാരാ? നമ്മുടെ നാട്ടിലെയൊക്കെ പഴയ കാലം പോലൊക്കെ തൊട്ടുകൂടായ്മയുള്ള ആ കാലഘട്ടം പോലെ നമ്മുടെ നാട്ടിൽ ഉയർന്നവർ എന്ന് ചിന്തിക്കുന്നവർ, ഉയർന്ന ജാതിക്കാരെന്ന്, അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല, അത് നമുക്കറിയാം. പക്ഷെങ്കിൽ അവർ തങ്ങളെ തന്നെ ചിന്തിക്കുന്നവർ താണവരെന്ന് ചിന്തിക്കുന്നവരോട് ഇടപഴകാതെയും തൊട്ട് കൂടായ്മയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇല്ലേ? ഇന്നും അത് കുറച്ചൊക്കെ അതിൻ്റെ ആ വാങ്ങൽ നമ്മുടെ ഇടയിൽ ഉണ്ട്, അത് പോട്ടെ. പക്ഷെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അങ്ങനെയുള്ളതാകുന്ന ഒരു ചിന്താഗതിയിലാണ് യഹൂദന്മാർ ശമര്യരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ അവരങ്ങനെ കണ്ടതിന് മറ്റൊരു കാരണമാണുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിന് വേദപുസ്തകത്തിൽ തന്നെ അതിനൊരു അടിസ്ഥാനമുണ്ട്. യഹൂദൻ അങ്ങനെ കണ്ടതിൻ്റെ കാരണം ഒരു പക്ഷേ അവൻ്റെ ആ സീലിൽ അവൻ ഉപയോഗിച്ച പാത്രം പോലും തൊടാതെ, കാരണം സെറിമോണിയൽ അൺക്ലീൻനെസ് ഉണ്ടാകാതിരിക്കാൻ അതുപോലും അവൻ ഉപയോഗിക്കാതൊക്കെ ഇരുന്നെങ്കിലും അവന് ഒരു നല്ല യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശമര്യരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കാനുള്ള അല്പം ചില കാരണങ്ങളൊക്കെ പുസ്തകത്തിലുണ്ട്. അതിൻ്റെ കാരണം, അതിനകത്തെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പഴയ നിയമത്തിലാണ് വായിക്കുന്ന. പഴയ നിയമ കാലഘട്ടത്തിൽ
രാജാക്കന്മാരുടെ 2-ാം പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ ആ സംഭവം അങ്ങ് പറഞ്ഞു പോകാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ ഇസ്രയേൽ ദേശത്ത് അല്ലെങ്കിൽ യഹൂദ ദേശത്ത് നിന്ന് അനേകരെ അശൂർ രാജാവ് വന്നിട്ട് ബന്ദികളായിട്ട് യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചോണ്ട് പോയി. അപ്പം അങ്ങനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആളില്ലാതായപ്പോൾ അശൂർ രാജാവ് ബാബിലോണിൽ നിന്നും മറ്റനേക ദേശങ്ങളിൽ നിന്നും ഒരുപാട് പേരെ കൊണ്ടുവന്ന്, അതായത് ഇന്ന് ഈ കാനഡ പോലെയൊക്കെയുള്ള ദേശങ്ങൾ ഈ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ ആളില്ലാത്തത് കൊണ്ട് എന്നത് ഏകദേശം അതുപോലൊരു കാര്യം. അശൂർ രാജാവ് എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ അവർക്ക് ഫ്രീ വിസായും എല്ലാം കൊടുത്ത് അവർക്ക് എന്തിനേറെ അവർക്ക് ദേവന്മാരെ ഭജിക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ അശൂർ രാജാവ് അനേക ജാതികളെ ഇസ്രയേൽ ദേശത്ത് പ്രത്യേകിച്ച് ശമരിയ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവിടെ യഹൂദന്മാരും ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദനും ഈ ജാതികളും തമ്മിൽ ഇടകലർന്നു. ഞാൻ പറഞ്ഞ റെഫറൻസ് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവും. യഹൂദനും ശമരിയക്കാരനും തമ്മിലുള്ള ഈ റൈവൽറിയുടെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർ ഇടകലർന്നു. യഹൂദനാരാ ജാതി ആരാ എന്നൊന്നും അറിയാൻ വയ്യാതെ യഹൂദൻ, അതായത് യഹൂദൻ്റെ അന്നത്തെ പ്രമാണമനുസരിച്ച് അവൻ ജാതികളുമായിട്ട് ഇടകലരാൻ അവന് പ്രമാണമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ദൈവം ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ അത് ഇന്റർമിങ്കിൾ ചെയ്ത് അത് മലിനമായി പോകാതിരിക്കാൻ വേണ്ടി ആ പ്രിസർവേഷൻ ആവശ്യമാണ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ചില യഹൂദന്മാര് ഇവരുമായിട്ട് ഇടകലർന്നു, വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു പുതിയ ജനത രൂപപ്പെട്ടു വന്നു. അവർ പാതി യഹൂദനും ഒരു മിക്സ്ഡ് റേസ്. അവർക്ക് അവരുടേതാകുന്ന ചില കൾട്ടുകളും ഉപദേശങ്ങളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന ശമരിയ സ്ത്രീ കർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവായ യാക്കോബ് തന്ന ഒരു കിണറായത്. അവൾ പറയുന്ന അതാ. അപ്പം അവരുടെയും പിതാവ് യാക്കോബാണ് എന്ന് തന്നെ അവൾ അവകാശപ്പെടുക. മാത്രമല്ല, ഞങ്ങൾ ആരാധിച്ചു വരുന്നത്, നമസ്കരിച്ചു വരുന്നത് ഈ മലയില. നിങ്ങൾ യഹൂദന്മാർ പറയുന്നത് അവിടെ പോയി നമസ്കരിച്ചാലേ കാര്യങ്ങൾ നൽകുക. അപ്പോഴാ കർത്താവ് അതിനൊക്കെ മറുപടി നൽകുന്നത്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെയുള്ളതാകുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആര്? ശമരിയർ. ഇവരുടെ അടുത്തേക്ക് തന്നെ കർത്താവ് ശിഷ്യന്മാരെ ഈ പ്രത്യേക ശുശ്രൂഷയ്ക്കായി അയക്കുന്നതിന് മുൻപ് തന്നെ കർത്താവ് എവിടെ പോയെന്നറിയാമോ? ശമരിയ ദേശത്ത് പോയി. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ സംഭവം ഇതിനു മുൻപുള്ളതാണ്. അവിടെ പോയി അവിടെ ശമരിയ സ്ത്രീയുമായിട്ടുള്ള കർത്താവിൻ്റെ ആ സംവാദവും അതിൻ്റെ ശേഷം സംഭവിക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അനേകർ യേശു കർത്താവിനെ അറിയാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് അവിടേക്ക് പോകാൻ ഒരു പക്ഷേ ഈ ശിഷ്യന്മാർക്ക് താല്പര്യം ഉണ്ടാകാം. എന്നാൽ ഈ ശിഷ്യന്മാരെ ഇവരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരു ഗുരുവാണ് ഇവരെ ഇപ്പം പറഞ്ഞയക്കുന്നത്. കാരണം മനുഷ്യനിലുള്ളത് എന്തെന്ന് കർത്താവിന് ആരുടെയും സാക്ഷിയൊന്നും വേണ്ട. അതെന്താണെന്ന് സ്വതവേ അറിയാം. ഇവരാരാണെന്ന്. ഇവരിപ്പോൾ അത്ഭുതമൊക്കെ ചെയ്യുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ ഇതൊക്കെ ചെയ്താലും ഇവരുടെ തനിമ എന്താണെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. ഇവരുടെ തനിമ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ്
നമ്മൾ വായിക്കുന്നുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് കർത്താവ് ശമരിയയിൽ കൂടെ വരുമ്പോൾ യെരുശലേമിലേക്ക് പോകുവാൻ, ശമരിയ ഒരു ഷോർട്ട് റൂട്ട് ആയതുകൊണ്ട് അതിലേ വരാനായിട്ട് ഒരുങ്ങി. പക്ഷേ പൊളിറ്റിക്കൽ റീസൺസ് നിമിത്തം ശമരിയക്കാരെന്ത് ചെയ്തു? കർത്താവിനോട് അതിലേ കടന്നു വരാൻ അനുവദിച്ചില്ല. അപ്പോൾ ഈ വിശേഷത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 52 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അവിടെ ഇത് പറയുമ്പം ഈ യോഹന്നാനും പിന്നെ യാക്കോബും കൂടെ പറഞ്ഞതെന്നറിയോ? അതുകൊണ്ടാണ് ആ കർത്താവ് ആദ്യമേ തന്നെ അവർക്കൊരു പേര് വിട്ടത്. എന്താ? ഇടിമക്കൾ. ഇവരാരാണെന്നുള്ള അത്ഭുതമൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ട്രൂലി ഒരു പക്ഷേ അതിനൊരു കാരണം ആകാം എന്ന് പറഞ്ഞാൽ, ആ ശിഷ്യഗണങ്ങൾ അപ്പോഴും അവിടെ പോയി സുവിശേഷം പറയാനൊന്നും അവര് ഒരുക്കമുള്ളവരല്ല എന്നുള്ളത് കർത്താവിനറിയാം, അവർക്കറിയത്തില്ല. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൻ്റെ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് വ്യക്തമാകുന്നൊരു കൽപ്പന കൊടുക്കുന്നുണ്ട്. ആ കൽപ്പന ഇങ്ങനെയാണ്: അവര് അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ഇനിയിപ്പം കർത്താവ് രാജ്യം അലാസ്ഥാനപ്പെടുത്താൻ പോകാമെന്നൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് അവർ ആ കാര്യം ചോദിക്കുന്നത്. രാജ്യം യഥാസ്ഥാനപ്പെടുത്താൻ പോകാണോ? ഉടനെ ഇപ്പം രാജ്യം വരാൻ പോകാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ് അതൊന്നുമല്ല, അത് നിങ്ങളുടെ കാര്യമൊന്നുമല്ല. അത് എന്താണെന്ന് വെച്ചാൽ പിതാവ് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കുകയും വേണ്ട, അത് അതിൻ്റെ സമയത്ത് നടന്നോളും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പശുവിനെ കെട്ടി നിർത്തിയേക്കുന്നോ, അവിടെ ആലയം പണിയാനെല്ലാം നമ്മളും അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യം അതല്ല നമ്മുടെ വിഷയം. എന്നാൽ 8-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാ: എന്നാൽ നിങ്ങളെന്താ? ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എവിടൊക്കെ എൻ്റെ സാക്ഷികളാകണം? യെരുശലേമിലും യഹൂദയിലും, അല്ലല്ല, അടുത്ത വാക്ക് ശമര്യയിലും, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ ആ ഒരു നിയോഗം കർത്താവ് കൊടുക്കുമ്പോൾ അതിൻ്റെ ശേഷം പോലും അവരെ ഉൾക്കൊള്ളാനുള്ള മനോഭാവം അത്ര സമ്പൂർണമായിട്ടൊന്നും ഇവർക്ക് വന്നില്ലായിരുന്നെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്, 8-ാം അധ്യായം വരെ അവരാ നിയോഗത്തെ അത്ര ഗൗരവമായിട്ടെടുത്തില്ല. പിന്നെ എന്താവശ്യമായിട്ട് വന്നു? സ്തേഫാനോസിന്റെ മരണം സംഭവിക്കേണ്ടി വന്നു. യെരുശലേമിൽ ഒന്നിച്ചു കൂടിയിരുന്ന ശിഷ്യന്മാരെ ചിതറിപ്പാൻ, അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും എങ്ങോട്ടൊക്കെ ചിതറിപ്പോയി? ഈ പറഞ്ഞ ദേശങ്ങളിലോട്ട് ചിതറിപ്പോയി. അവിടെ ചെന്ന് ആ സമയത്ത് സുവിശേഷം പറഞ്ഞ്, എന്നിട്ട് നമ്മൾക്ക് ആദിയിൽ എങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടിയോ അതുപോലെ ആർക്കും കിട്ടി. അപ്പം ശമരിയർക്ക് ലഭിച്ചത് അതായത് മാളിക മുറിയിൽ എങ്ങനെയാ കിട്ടിയത്, എന്തെല്ലാം അവിടെ കണ്ടു, ഏകദേശം അതിന് സമാനമാകുന്ന നിലയിൽ അവർക്ക് ഈ ഒരു തെളിവ് അവർ കാണേണ്ടിയിരുന്നു. ശമരിയർ വചനം കേട്ടെന്ന്, അല്ലെങ്കിൽ അവർ കർത്താവിനെ സ്വീകരിച്ചെന്ന് കണ്ടപ്പോൾ അപ്പോസ്തലന്മാരെ എങ്ങോട്ട് അയച്ചു? ആരെ അയച്ചെന്നറിയാവോ? ഈ 2 പുള്ളിക്കാരെ തന്നെ അയച്ചത്. ആരെയൊക്കെയാണെന്നറിയാമോ? യാക്കോബിനെയും പിന്നെ ആരാ? എടുത്ത് നോക്കിയോ, നിങ്ങളെടുത്ത് നോക്കിയോ, ആണോ നോക്കിയോ, ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നന്നാ. ശമരിയം ദൈവവചനം കേട്ടു. അപ്പോൾ അതിന് 14-ാം വാക്യം:
ആ 8:14 14 ശമരിയിലുള്ളവർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ അവരുടെ അടുത്തേക്ക് അയച്ചു. ആരെ അയച്ചേ? ഇടിമക്കളെ അല്ലേ? ഏലിയാവ് ചെയ്തതുപോലെ തീ ഇറങ്ങണം എന്ന് പറഞ്ഞ് അതേ ആൾക്കാരെ തന്നെ അയച്ചു. അവിടെ വന്ന് അവർക്ക് ശമര്യരെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശരിയായിട്ട് നിറച്ചാൽ മനുഷ്യരെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ഒന്നും വലിയ പ്രയാസം വരികയില്ല. പിന്നെ എല്ലാ കൃപാവരവും ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിയായിട്ടുള്ള ആത്മനിറവിലും നിയന്ത്രണത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളത് തിരിച്ചറിയണം. ദൈവവചനം അതിൻ്റെ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായ കാര്യം. അപ്പോൾ അതേ അപ്പോസ്തലന്മാർ തന്നെ അവിടെ കടന്നു വരുന്നു, പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രത്യേക സന്ദർഭത്തിൽ എന്തുകൊണ്ട് കർത്താവ് ആ റെസ്ട്രിക്ഷൻ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ശമര്യരെ ഉൾക്കൊള്ളാനുള്ളതാകുന്ന ഒരുക്കം ഒരിക്കലും അവർക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അത് അതിൻ്റെ ഒരു വശമാണ്. എന്നാൽ മറ്റൊരു വശം കൂടെ അതിനുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവ് ഇവിടെ ഇപ്പോൾ കടന്നു വന്നപ്പോൾ ഒരു പ്രത്യേക മിഷന് വേണ്ടിയിട്ടാണ് കടന്നു വന്നത്. ആ മിഷൻ്റെ പ്രാഥമികമാകുന്ന എയിം, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ എയിം ഇസ്രായേലായിരുന്നു. അപ്പോൾ കാരണം യഹൂദൻ്റെ തിരുവഴുത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് യേശു കടന്നു വന്നത്. അതുകൊണ്ടാണ് ജാതീയരാകുന്ന ചിലര് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണാനായിട്ടാണ് വന്നത്. അവരതാ പറയുന്നത്, യഹൂദൻ്റെ രാജാവായി പിറന്നവൻ എവിടെ? അവർ പഴയ നിയമ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ് വന്നത്. മിശിഹായെ കുറിച്ച് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ചിതറിപ്പോയ യഹൂദന്മാർ ബാബിലോണിൽ, അങ്ങനെ അനേക ഇടങ്ങളിൽ ദാനിയേലിനെ പോലെയൊക്കെ അനേക സന്ദർഭങ്ങളിൽ ദൈവം ഉയർപ്പിച്ചവരുണ്ട്. അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും അവരാരാണെന്നും അവരുടെ അടിസ്ഥാനം എന്തെന്നും വരുവാനുള്ള മിശിഹായെക്കുറിച്ചുമൊക്കെയുള്ള അറിവ് ഈ ജാതികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ജാതികളോടും കരുണ ചെയ്യുന്ന ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രായേലിൽ രാവും പകലും തിരുവഴുത്തുകളെ അടിസ്ഥാനമാക്കി അന്വേഷിച്ചു കൊണ്ടിരുന്ന അനേകർക്കും വെളിപ്പെട്ടില്ല. മിശിഹാ ജനിച്ചപ്പം വെളിപ്പെട്ടത് ആർക്കാണെന്നറിയാമോ? മൈലുകൾക്കപ്പുറം, ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ചില ജാതികൾക്കാ വെളിപ്പെട്ടത്. കാരണം ഹെരോദാവ് വരുത്തി ചോദിക്കുമ്പം എവിടാ ക്രിസ്തു പിറക്കേണ്ടത്, അല്ലെ മിശിഹാ എവിടാ പിറക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറയാൻ അറിയായിരുന്നു എവിടാ പിറക്കുന്നതെന്ന്, അല്ലേ? പക്ഷെങ്കിൽ അവരാരും മിശിഹാ പറഞ്ഞിട്ട് അറിഞ്ഞില്ല. ഇതിൻ്റെ പേരാണ് ദൈവകൃപയെന്ന് പറയുന്നത്. കൃപ. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യഹൂദൻ്റെ തിരുവഴുത്തിൻ്റെ നിവൃത്തിയായി മിശിഹാ വരുന്നു. ഫസ്റ്റ് മിഷൻ യഹൂദനോടുള്ള ബന്ധത്തിലാണ്. അതിന് തെളിവുണ്ടോ? ഉണ്ട്. പിന്നീട് പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. പൗലോസ് എന്താ വ്യക്തമാക്കുന്നത്? പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. യഹൂദനാകട്ടെ, അതായത് റോമർ 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിൻ്റെ കാരണം
ഒന്ന് വായിക്കാമോ? ശ്രദ്ധിക്കണം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതിന് കാരണം വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും. നോക്കിയേ, ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ അതേ സമയം തന്നെ ഒരുവൻ യഹൂദനായതുകൊണ്ട് അവൻ രക്ഷപ്പെടുകയില്ലെന്നും കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 15-21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജാതികളുടെ അടുക്കലേക്ക് കർത്താവ് എന്ത് ചെയ്യുന്നെന്നറിയാമോ? കടന്നു ചെല്ലുന്നു. ജാതികളുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. എന്നാൽ അതേസമയം കർത്താവ് പറയുന്നുണ്ട് 8-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ, ശ്രദ്ധിച്ചേ, നോക്കിക്കേ. അപ്പോൾ ഒരേ സമയം തന്നെ കർത്താവ് പറയുക, മൈ ഫസ്റ്റ് മിഷൻ ഈസ് ടു ദ ജ്യൂസ്. യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ്. അതാണ് പോൾ പറയുന്നത്, ആദ്യം യഹൂദനും പിന്നെ യവനനും. അതുകൊണ്ട് തന്നെയാ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ, പ്രത്യേകിച്ച് പൗലോസിന്റെ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം പോൾ ചെല്ലുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? എങ്ങോട്ടാണ് ചെല്ലുന്നത് വായിച്ചിട്ടുണ്ടോ? യഹൂദന്മാരുടെ പള്ളികളിലാണ് പോയത്. യഹൂദന്മാരുടെ പള്ളികളിലാണ് പോയത്. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അവരത് കൈക്കൊള്ളുന്നില്ല എന്ന് കാണുമ്പോൾ എന്നാ പറയുന്നേ? ഞങ്ങൾ ജാതികളുടെ അടുക്കലേക്ക് തിരിയുന്നു. 2 പ്രാവശ്യം നമ്മൾ വായിക്കുന്നുണ്ട്, 2-ലധികം പ്രാവശ്യം വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13-5, അതിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ, 14-1, ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ നമ്മൾ കാണുന്നുണ്ട്. ആദ്യം യഹൂദൻ പിന്നെ യവനൻ എന്ന് പറഞ്ഞാൽ, കർത്താവ് ആദ്യം അവർക്ക് വ്യക്തമായും പഴയ നിയമ തിരുവഴുത്തുകളുടെ വെളിച്ചത്തിൽ ആ ശുശ്രൂഷ നിവർത്തിക്കേണ്ടിയിരുന്നു. അപ്പോൾ ജാതികളുടെ ഇടയിലേക്ക് അവരെ പോകാൻ അന്നേരം അനുവദിച്ചില്ല. അതാണ് അതിൻ്റെ കാരണം യഹൂദനോടുള്ള ബന്ധത്തിൽ ആ ശുശ്രൂഷ മിശിഹൈക പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ ആ തിരുവഴുത്തിൻ്റെ ഒരു നിവൃത്തി കൂടെയാണത്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഇരുളിലും അന്ധതമസ്സിലും ഇരുന്ന ജനം. അപ്പോൾ ജാതികളെ ഒഴിവാക്കുകയല്ലായിരുന്നു, നേരെ മറിച്ച് യഹൂദനോട് ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു പ്രൈമറി എന്താ പറയുന്നത്, ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി, പ്രൈമർലി ഒരു ഓപ്പർച്യൂണിറ്റി യഹൂദന് കൊടുക്കാം. കാരണം അവനെ തിരഞ്ഞെടുത്തു, ഇതെല്ലാം അവനോടുള്ള ബന്ധത്തിൽ ആ കാര്യം ചെയ്തു. ആ ഒരു നിലയിലാണ് ഈ ആദ്യത്തെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ കർത്താവ് ജാതികളുടെ പട്ടണങ്ങളിൽ നിങ്ങൾ പോകരുത് എന്നും, പിന്നെ ശമര്യരുടെ പട്ടണങ്ങളിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലുവീൻ എന്ന് നമ്മൾ വായിക്കുന്നത്. എന്നാൽ മറ്റൊരു സന്തോഷകരമാകുന്ന വസ്തുത എന്നുള്ളത്,
ഇത് ഒരു എക്സ്ക്ലൂസീവ് മിഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോഗമാണ്. എന്നാൽ ആ മഹാനിയോഗം വരുമ്പോൾ എന്താ നമ്മൾ വായിക്കുന്നത്? മഹാനിയോഗം എന്താണെന്ന് നമുക്കറിയാമല്ലോ. 28-ാം അധ്യായം മത്തായി സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നുണ്ടത്. നിങ്ങൾ പോയി എന്ത് ചെയ്യണം? സകല ജാതികളെയും എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം, ഉപദേശിക്കണം, പഠിപ്പിക്കണം. ഉപദേശം അതെല്ലാം നമ്മൾ വായിക്കുന്നു. എന്നിട്ട് ആ മഹാനിയോഗം നൽകുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രൂശിൻ്റെ ശേഷമാണ്. അപ്പൊ ചുരുക്കത്തിൽ യഹൂദന് ആദ്യം ഓഫർ ചെയ്തതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യമാ ജാതികളായിരുന്ന നമുക്ക് ഓഫർ ചെയ്തത്. അതോർത്ത് നമ്മൾ സന്തോഷിക്കണം. ഇവിടെ അല്ലാതെ ജാതികളെ കർത്താവ് ഒഴിവാക്കിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവരോടുള്ള മെസ്സേജാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 7-8 വാക്യങ്ങളിലാണ് അത് നമ്മൾ വായിക്കുന്നത്. അതൊന്ന് വായിക്കാമോ? 7-8 വാക്യം അതിലൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കുക. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. എന്നാൽ കർത്താവ് പ്രസംഗിക്കുമ്പോൾ വേറൊരു വാക്കുകൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. 4:17 നമ്മൾ അത് വായിക്കുന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മാനസാന്തരപ്പെടുവീൻ. എന്നാൽ ഇവിടെ ആ കാര്യം മത്തായി രേഖപ്പെടുത്തുന്നില്ല. എങ്കിലും ആ മെസ്സേജ് തന്നെയാണ് അവിടെ നൽകുന്നത് എന്ന് നിശ്ചയമായിട്ട് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. ആകട്ടെ, അപ്പോൾ അതാണ് മെസ്സേജ്. ആ മെസ്സേജ് നിങ്ങൾ പറയണം. മെസ്സേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുമ്പോൾ അതിന് ആ അറ്റ് ഹാൻഡ് ആയിരിക്കുന്ന, സമീപിച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിന് ഒരു സവിശേഷതയുണ്ട്. ആ സ്വർഗരാജ്യം, ആ ദൈവരാജ്യം എന്നുള്ളത് മനുഷ്യന്റെ സമ്പൂർണമായ രക്ഷയാണ്. അവൻ്റെ ആത്മാവിനെ രക്ഷിക്കും. മാത്രമല്ല, ആത്യന്തികമായി നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും സംഭവിക്കും. ആ സംഭവിക്കുന്നതിൻ്റെ തെളിവായി മിശിഹ ഇവരെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ സന്ദേശം പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? രോഗികളുണ്ട്, അവരെ സൗഖ്യമാക്കുവിൻ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മിശിഹായുടെ രാജ്യം, ദൈവരാജ്യം, ആ രാജ്യത്തിൽ സമ്പൂർണമാകുന്ന വീണ്ടെടുപ്പ് വരുന്നു എന്നതിൻ്റെ തെളിവ് അവർക്ക് കൊടുക്കുകയാണ്. അതാണ് ആ മിനിസ്ട്രിയുടെ സവിശേഷത. അത് നമ്മൾ മറന്നു പോകില്ല. അതുകൊണ്ടാണ് കർത്താവ് പിന്നെ പറയുമ്പോൾ അതായത് കർത്താവ് പരീശന്മാരോട് പറയുന്നുണ്ട്, ഞാൻ ദൈവാത്മാവിനാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ, അതായത് രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നു. ആ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ഞാനിത് അതിനാൽ ചെയ്യുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് കർത്താവ് പറയുന്നു. അപ്പൊ ദൈവരാജ്യം എന്താണെന്ന് ആർക്കറിയാം? യഹൂദനറിയാം. ദൈവരാജ്യത്തിൽ എന്തുണ്ട് എന്നവനറിയാം. ആ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുന്നത്. ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യം ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഇറ്റ് ഈസ് ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ് എന്നുള്ളതാകുന്ന ഒരു ടെൻഷനില്ല. ദൈവരാജ്യം അന്നേ തുടങ്ങി. പക്ഷെങ്കിൽ അക്ഷരീകമാകുന്ന ഒരു ദൈവരാജ്യം വരും. ആ ദൈവരാജ്യത്തിൽ എന്തുണ്ടാകുകയെന്നറിയാമോ? ഒന്ന്,
ദൈവം താൻ അവരുടെ കണ്ണുനീരെല്ലാം എന്തു ചെയ്യും? ഇനിയും കരച്ചിലുണ്ടാകുകയില്ല, ഇനി മുറവിളി ഉണ്ടാകുകയില്ല, ഇനി കഷ്ടവും സങ്കടവും മരണവും ഒന്നും. പ്രിയപ്പെട്ടവരെ, അതാ വരാൻ പോകുന്ന ദൈവരാജ്യം. ആ ദൈവരാജ്യം ഇന്ന് ആത്മാവിൽ നമ്മൾ അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലും വരാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമ്മളെ അറിയിക്കാൻ ചിലപ്പോൾ ദൈവം ഡോക്ടേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന ക്യാൻസർ രോഗിയെ അത്ഭുതകരമായി സൗഖ്യമാക്കിയെന്ന് വരും. ആ സൗഖ്യം കിട്ടുമ്പം മനസ്സിലാക്കിക്കോണം, ദൈവരാജ്യത്തിൽ ഒരു രോഗിയും ഉണ്ടാകത്തില്ല. അതാ ഇപ്പം തെളിഞ്ഞേക്കുന്നതെന്നുള്ളത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ തരുന്നത്. തെളിവുകൾ മാത്രം. അതൊരു നോമല്ല. എപ്പോഴും അത് സംഭവിക്കുന്നുമില്ല. കാരണം ആത്യന്തികമായി ആ ദൈവരാജ്യത്തിൽ ഇത് സംഭവിക്കും. എന്നാൽ ദൈവം തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമൊന്നുമല്ല. ദൈവം ചെയ്തോട്ടെ, അതേ ഉള്ളൂ. ദൈവം അവിടുത്തെ ഇഷ്ടപ്രകാരം അതൊക്കെ ചെയ്യും, ഇന്നും ചെയ്യുന്നു. ആകട്ടെ, അപ്പോൾ രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉറപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. എന്നിട്ടൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നോക്കിക്കേ, ഈ പരിപാടി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനങ്ങ് പാരഫ്രൈസ് ചെയ്യുക, ഞാൻ മനസ്സിലാകുന്ന ഭാഷയിലങ്ങ് പറയുക. കാശുണ്ടാക്കാനുള്ള കുറുക്കുവഴി അല്ല എന്ത്? സുവിശേഷ വേല. അതാ അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ അവിടെ വായിക്കുന്നത്? സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ടാണ്. എന്നാൽ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് തന്നെ പറയുന്നു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാ. നിങ്ങൾ വഴിയിൽ ഇതൊന്നും കരുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ലെന്നല്ല. പക്ഷെങ്കിൽ നിങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് സമയമില്ല തുടർന്ന് അത് മുഴുവൻ പറയാൻ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പറയുന്നതിൻ്റെ ആശയം. കാരണം പിന്നീട് പൗലോസും അത് തന്നെ പറയുന്നുണ്ട്. സുവിശേഷം അറിയിക്കുന്നവൻ ആ സുവിശേഷത്താൽ തൻ്റെ ആവശ്യങ്ങളാണ്, ലക്ഷറി അല്ല. സുവിശേഷ വേലയ്ക്ക് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആവശ്യങ്ങൾക്കുപയോഗിക്കുന്നത് തെറ്റില്ല. എന്നാൽ ലക്ഷറിക്ക് വേണ്ടി പണസമ്പാദനത്തിനായിട്ടുള്ള മാർഗമായി സുവിശേഷ വേലയെ കാണാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവോട് പറയുന്നത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി, കാശൊന്നും മേടിക്കല്ലേ, ഫ്രീ ആയിട്ട് കൊടുത്തോണം. പ്രീച്ച് ഫ്രീ ആയിട്ട്. അപ്പോൾ ആ കാര്യം വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കിയ. സുവിശേഷക്കാല വേലക്കാരന് വീട് വേണം. അല്ലെങ്കിൽ അതൊക്കെ ആവശ്യങ്ങൾ നടക്കണ്ടേ, ഒക്കെ നടക്കണം. അതൊക്കെ ചെയ്തോ. പക്ഷെങ്കിൽ എൻ്റെ ആവശ്യത്തിന് 3 മുറിയുള്ള വീട് മതിയെങ്കിൽ അത് മതി. സുവിശേഷ വേലയ്ക്ക് ഉപയോഗിക്കുന്ന സുവിശേഷ വേല നിമിത്തം എന്നെ ഏൽപ്പിച്ച പണം, എനിക്ക് 3 മുറിയുള്ള അല്ലെ 2 മുറിയുള്ള വീടാ എനിക്ക് ആവശ്യമെങ്കിൽ അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത്യാവശ്യത്തിൽ കവിഞ്ഞ് സകല ആഡംബരങ്ങൾക്കും വേണ്ടി ഞാനത് ഉപയോഗിക്കുന്നുവെങ്കിൽ തെറ്റാണ്. ഇത് രണ്ടും രണ്ടാ. ആവശ്യങ്ങളുണ്ട്, അത്യാഗ്രഹങ്ങളുണ്ട്. നമ്മുടെ അത്യാഗ്രഹങ്ങളെ സാധിപ്പിക്കുമെന്ന് പുസ്തകത്തിൽ പ്രമാണമില്ല. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, നമ്മൾ അത് കർത്താവ് പറഞ്ഞതാണെന്ന് തന്നെ ഓർക്കണം.
നമ്മളെ സന്ധിക്കാമെന്നും നമ്മുടെ ഉടയവന് നമ്മളെക്കാളും നന്നായി നമ്മുടെ ആവശ്യങ്ങളെ അറിയാമെന്നും നമ്മുടെ ഉടയവനെ നമ്മൾ വിശ്വസിപ്പാനായിട്ട് കഴിയുമെങ്കിൽ ആ പാട്ടുകാരൻ പറഞ്ഞ പോലെ എത്ര ധന്യമേ ഈ ലോക ജീവിതം അല്ലേ. ബിക്കോസ് ഹീ ലിവ്സ്. താൻ വാഴുകയാൽ എനിക്കെന്തില്ല, ആകുലമില്ല. കാരണം ഇത് അയക്കുന്നതാരാ? നമ്മളെ അയക്കുന്നതാരാ? ഉടയവനാകുന്ന കർത്താവാ. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്നതാരാ? നമ്മുടെ കർത്താവാ. ഞാൻ ആ പ്രത്യേക നിയോഗത്തോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞെങ്കിലും എൻ്റെ വാക്കുകളെ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾ, ആർക്കെങ്കിലും ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.